നാളെ 15-ാം തീയതി ശനിയാഴ്ചയാണ്, ഫെബ്രുവരി 15, 12 മണി. ഈ 12 മണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫെബ്രുവരി 15 ശനിയാഴ്ച 12 മണിക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയ്ക്ക് മേൽ നരകം പൊട്ടി വീഴുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി കഷ്ടിച്ച് 24 മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിക്കും? ലോകം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ആശങ്കയോടെ എന്ന് പറയണം. കാരണം 50,000-ഓളം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു, ഏതാണ്ട് അതിലേറെ ആളുകൾക്ക് പരിക്ക് പറ്റി, ഒരു നഗരമാകെ തകർന്ന് കൽക്കൂമ്പാരമായി കിടക്കുകയാണ്, റബിൾസ് മാത്രമാണ്. അപ്പോൾ ട്രംപ് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഗസ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിൽക്കുകയാണ്. ഇസ്രയേൽ ഇന്നലെ പറഞ്ഞു യുദ്ധം തുടങ്ങും. ശനിയാഴ്ച 12 മണിക്ക് ട്രംപ് പറഞ്ഞതുപോലെ യുദ്ധം ഞങ്ങൾ ആരംഭിക്കും, അതുകൊണ്ട് വലിയ തോതിൽ സൈനിക വിന്യാസവും നടത്തി. 3 ബന്ദികളെയാണ് നാളെ ശനിയാഴ്ച 12 മണിക്ക് മുമ്പ് വിട്ടയക്കേണ്ടിയിരുന്നത് വ്യവസ്ഥ പ്രകാരം. പക്ഷേ ട്രംപ് പറഞ്ഞത്, ട്രംപിൻ്റെ ആവേശത്തള്ളിച്ചിൽ ട്രംപ് പറഞ്ഞതാണോ എന്നറിയില്ല, അതോ നിലവിലുള്ള സീസ് ഫയർ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടയക്കേണ്ട 3 ബന്ദികളെ എന്നാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ട്രംപ് പറഞ്ഞത് മുഴുവൻ ഹോസ്റ്റേജസിനെയും വിട്ടയക്കണം, മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവാൻ പോകുന്നത് തീമഴയായിരിക്കും, ഇസ്രയേലിന് എന്തും ചെയ്യാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. വ്യവസ്ഥ പ്രകാരമുള്ള 3 പേരെ വിട്ടയക്കണോ അതോ മുഴുവൻ ബന്ദികളെ വിട്ടയക്കണമോ എന്നറിയില്ല. പക്ഷേ ഈ ആശങ്ക 12 മണി എന്നുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞാൽ അതിമാരകമായ ആക്രമണം ഗസയിൽ ഉണ്ടാകും, നരകം പൊട്ടി വീഴുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ലോകം ഞെട്ടിയിട്ടുണ്ട്. ഖത്തർ ഞെട്ടിയിട്ടുണ്ട്, ഈജിപ്ത് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈജിപ്തിന് അല്ലാതെ തന്നെ പേടിയുണ്ട്. കാരണം $1.5 ബില്യൺ അമേരിക്ക ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ധനസഹായം, അതിൻ്റെ ബലത്തിൽ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീനികളെ മുഴുവൻ അങ്ങോട്ട് സ്വീകരിക്കണമെന്നാണ്. വീണ്ടും ഒരു യുദ്ധം കൂടി ഉണ്ടായി ടെൻഷൻ എസ്കലേറ്റ് ചെയ്താൽ ഈജിപ്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാകും. അതുകൊണ്ട് ഈജിപ്തും ഖത്തറും കൂടെ ചേർന്ന് വലിയ തോതിൽ സമ്മർദ്ദം ഹമാസിൻ്റെ മേൽ പ്രയോഗിച്ചു. ഹമാസിന് അറിയാം, ഇനി അമേരിക്ക നേരിട്ടൊരാക്രമണം നടത്തിയാൽ, അമേരിക്കൻ സേന ഇപ്പോൾ ഉണ്ട് അവിടെ, അമേരിക്ക നേരിട്ട് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്തും ചെയ്യും, എന്തു ചെയ്യാനും ഒരു മടിയില്ലാത്ത ഒരാളാണെന്ന് ട്രംപ് ചുമതല ഏറ്റെടുത്ത് ജനുവരി 20 മുതൽ ഇനി ഫെബ്രുവരി 20 ആവുന്ന ഒരു മാസത്തിനുള്ളിൽ തെളിയിക്കുകയും ചെയ്തു. നിയമം, ഭരണഘടന ഇതൊന്നും തനിക്ക് ബാധകമല്ല, തനിക്ക് തോന്നുന്നത് ചെയ്യും, തീരുമാനിച്ചതുപോലെ നടപ്പാക്കുമെന്നുള്ള വാശിയിൽ നിൽക്കുന്ന ട്രംപ് ഒരുപക്ഷെ നേരിട്ട് ഗസയിലേക്ക് ഒരു ആക്രമണം നടത്തി, ഗസയിൽ നിന്ന് ഓടിപ്പോയ ആളുകളൊക്കെ ഇവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിഭീകരമായ ആക്രമണമാണ് ഉണ്ടാവുക എന്ന് ഹമാസും തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഹമാസ് നിലവിളിയാണ്. ഹമാസ് ഖത്തറിനോടും ഈജിപ്തിനോടും പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, ആക്രമണം ഉണ്ടാവരുത്, ആക്രമണം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ അമേരിക്കയിൽ ട്രംപിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് ഈജിപ്തിനോടും ഖത്തറിനോടും ഹമാസ് ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുതിയ വിവരം. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ബന്ദികളെ വിട്ടേക്കാം. ശനിയാഴ്ച വിടേണ്ടിയിരുന്ന 3 ബന്ദികളെയും ഞങ്ങൾ വിട്ടയക്കും എന്നിപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നു. ആ വിട്ടയക്കുമെന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി വിട്ടയക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എഗ്രിമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത ചില കാര്യങ്ങൾ തങ്ങൾക്ക് വേണം എന്നായിരുന്നു ഇടയ്ക്ക് ഹമാസ് പറഞ്ഞത്. ഒരു 2 കൂട്ടർ തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി അതിലെന്തൊക്കെ ചെയ്യുമെന്ന് എഴുതി ചേർത്തു. അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് വന്നതിന് ശേഷം ആ അഗ്രിമെൻറ്റിന് പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് മര്യാദയല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് ആ എഗ്രിമെൻറ്റിനെ, ആ കരാറിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഹമാസ് പറഞ്ഞത്, ഞങ്ങളുടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വൈദ്യസഹായം വേണം, അവർക്ക് താമസിക്കാൻ ടെൻറ്റുകൾ വേണം, ഷെൽട്ടർ വേണം, ഫ്യൂവൽ വേണം, ഹെവി വെഹിക്കിൾസ് വേണം, വലിയ വാഹനങ്ങൾ വേണം. വലിയ വാഹനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അവിടുത്തെ റബിൾസ് എല്ലാം കൂടെ മാറ്റാൻ, ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റാൻ ഹെവി എക്യുപ്മെൻറ്റ്സ്, ക്രെയിൻ പോലെയുള്ള, ബുൾഡോസർ പോലെയുള്ള ആയുധങ്ങളൊക്കെ വേണം. ഇതൊന്നും ഇസ്രയേൽ തരുന്നില്ല. അതുകൊണ്ട് ബന്ദികളെ വിടില്ല എന്ന് പറഞ്ഞ് ഈ രണ്ടാമതൊരു ടെൻഷൻ, ഈ വെടിനിർത്തൽ കരാർ അസാധുവാക്കുന്ന തരത്തിലുള്ള കരാറിന് പുറത്തുള്ള വ്യവസ്ഥകളുമായിട്ട് വന്നത് ഹമാസാണ്. അതിന് കൊടുത്ത മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്ത്. ഇസ്രയേൽ പോലും അല്ല പറഞ്ഞത്, ഓർമ്മിക്കണം. ട്രംപ് പറഞ്ഞിരിക്കുന്നത് നരകം നിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഞാനിടും എന്ന് പറയുകയും അതിഭീകരമായ പ്രകടശേഷിയുള്ള ബോംബുകൾ ഈ വെടിനിർത്തൽ കാലത്ത് അമേരിക്ക ഇസ്രയേലിന് കൊടുക്കുകയും ചെയ്തു. ഒരെണ്ണമൊക്കെ ഇട്ടാൽ, പണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടല്ലോ, നസറുള്ളയെ കൊല്ലാൻ വേണ്ടി ലബനോണിൽ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഭൂമിക്കടിയിലെ ബങ്കറുകൾ തകർത്ത് 10-20 മീറ്റർ വരെ ആഴത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്തു പോകുന്ന ബോംബുകൾ കൊടുത്തിട്ടാണ് നസറുള്ളയെ കൊന്നത്. അത്തരം ബോംബുകൾ, മാരക പ്രകടശേഷിയുള്ള വലിയ ഭാരത്തിലുള്ള ബോംബുകൾ അമേരിക്ക ഇസ്രയേലിന് കൊടുത്തതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഹമാസിന്
വല്ലാത്ത ഭയമുണ്ട്. ഹമാസ് ഇപ്പോൾ നിരുപാധികം കീഴടങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് ടെൻറ്റും വേണ്ട, ഞങ്ങൾക്ക് വണ്ടിയും വേണ്ട, ഞങ്ങൾക്ക് ക്രെയിനും വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഫെബ്രുവരി 15 12 മണിക്ക് ശേഷം ഞങ്ങളുടെ തലയ്ക്ക് മീതെ വീണ്ടും ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ ജെറ്റുകൾ വന്ന് ബോംബിടാതിരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഹമാസ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറാണ് എന്ന ഒരു ആവശ്യവുമായി, ഡിമാൻഡുമായി, നിലവിളിയുമായി ഹമാസ് വന്നിരിക്കുന്നു എന്നാണ് ഇസ്രയേലിന് ലഭിക്കുന്ന വിവരം. ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് ഒരാക്രമണം ഇനി അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ ഖത്തറും ഈജിപ്തും സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യവുമായി ഹമാസ് വന്നിരിക്കുന്നു എന്നാണ്. ഇതിനകത്ത് ഹമാസ് എന്തുകൊണ്ടാണ് അന്ന് ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന് പുറത്തുള്ള ചില ആവശ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് ഒന്ന് ടെൻറ്റുകൾ വേണം. ടെൻറ്റുകൾ എന്തിനാണ്? അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് താമസിക്കാൻ വീടുകളില്ല, എല്ലാം തകർന്നു കിടക്കുകയാണ്. അവിടെ വീടില്ല, വൈദ്യുതി ഇല്ല, സാനിറ്റേഷൻ ഇല്ല, കുടിവെള്ളം കിട്ടാൻ മാർഗമില്ല. ഇതൊന്നുമില്ലാതെ ഗസ എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് മണൽക്കാടാണ്, തകർന്ന് തവിടുപൊടിയായി കിടക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തേക്ക് എന്തിനാണ് ഹമാസ് ഓടിപ്പോയ ജനങ്ങളെ? അവിടെ ജബാലിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നു? ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കി കഴിയുമായിരുന്നു. അത്യാവശ്യം പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും വെള്ളവും വെളിച്ചവും മഴയും വെയിലും കൊള്ളാതെ കഴിയാനുള്ള ടെൻറ്റുകളും ഉള്ളിടത്ത് നിന്ന് ഈ ആളുകളെ കൂട്ടത്തോടെ എന്തിനാണ് വെടിനിർത്തൽ ഉണ്ടായ ഉടനെ തകർന്നു കിടക്കുന്ന ഗസയിലേക്ക് ഹമാസ് വിളിച്ചു കൊണ്ടുവന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം ഇതുവരെ ഒളിവിൽ കഴിയുകയായിരുന്നു ഹമാസ്. സമീപകാലത്ത് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നമ്മൾ ഹമാസിൻ്റെ ആളുകൾ യൂണിഫോം ധരിച്ച് തോക്കും കൊണ്ട് നടക്കുന്ന ഒരു ചിത്രം പോലും കണ്ടില്ല. പക്ഷേ വെടിനിർത്തൽ വന്ന് ബന്ദികളെ കൈമാറുന്ന ചടങ്ങിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഹമാസിൻ്റെ വേഷം ധരിച്ച് മുഖം മൂടി ധരിച്ച തീവ്രവാദികൾ തോക്കുകളുമായി നിൽക്കുന്ന ചിത്രമാണ്. കാരണം അവർക്ക് ധൈര്യമുണ്ട്, ഇസ്രയേലിൻ്റെ വെടി വരത്തില്ല, ഇസ്രയേൽ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരിപ്പോൾ രംഗത്തിറങ്ങി നിൽക്കുകയാണ്. പക്ഷേ ബന്ദികളെ കൈമാറുന്നതിന് ശേഷമുള്ള ഗ്യാപ്പിൽ അവർക്ക് തുടർന്ന് അവിടെ താമസിക്കണമെങ്കിൽ അവരെ നേരിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഇസ്രയേലിന് കഴിയാതെ പോകണം. എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കൂട്ടത്തിൽ ഒളിക്കണം. ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് അവരെ മറയാക്കി അവരുടെ മറയിൽ പരസ്യമായി ജീവിക്കണം. കാരണം തങ്ങളെ വെടിവെക്കാൻ വന്നാൽ സിവിലിയൻസ്, സാധാരണക്കാരൻ കൊല്ലപ്പെടും. അതുകൊണ്ട് അവരെ മനുഷ്യ കവചമാക്കി ജീവിക്കുക എന്നുള്ള ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഇക്കാലം അത്രയും ഹമാസ് ചെയ്തിരുന്നത്. അത് തുടർന്നു കൊണ്ടുപോകാൻ ഹമാസ് വീണ്ടും എടുത്ത തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓടിപ്പോയ പലസ്തീനികളെ ഗസയിലേക്ക് ഹമാസ് വിളിച്ചുകൊണ്ടുവന്നത്. ഇപ്പോൾ ഹമാസ് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഹമാസ് ആവശ്യപ്പെടുകയാണ് അവർക്ക് ടെൻറ്റ് വേണം, അവർക്ക് ഷെൽട്ടർ വേണം. ഇതൊന്നും ഇസ്രയേലിൻ്റെ ബാധ്യതയല്ല. അതുമാത്രമല്ല, അവർക്ക് കുടിവെള്ളം വേണം, ആശുപത്രികൾ വേണം. ആശുപത്രികളൊക്കെ തകർന്നുപോയി. എങ്ങനെയാണ് ആശുപത്രി തകർന്നത്? ആശുപത്രികളുടെ ഭൂഗർഭ അറകളിൽ ഹമാസ് കമാൻഡ് സെൻറ്ററുകൾ പ്രവർത്തിച്ചു. ഹമാസ് ബന്ദികളായ ആളുകളെ കൊണ്ടുവച്ചത് ആശുപത്രികളിലും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളുടെ ഓഫീസുകളിലുമാണെന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ പറയുന്നു. അവിടെയൊക്കെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തി ആശുപത്രികളും മറ്റും തകർന്നത്. പിന്നെ അവർ ആവശ്യപ്പെടുന്നത് ഫ്യൂവലാണ്. ഫ്യൂവൽ എന്തിനാണ്? അവിടെ ആർക്കാണ് വാഹനം ഇപ്പോൾ ഓടിക്കേണ്ടത്? വാഹനം ഓടിക്കേണ്ടത് ഹമാസിനാണ്. കാരണം അവരുടെ പക്കൽ പരിമിതമായ തോതിലെങ്കിലും ചില വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് അവർക്ക് അവിടെ വ്യാപകമായി ഗസ സ്ട്രിപ്പിൽ പട്രോളിംഗ് നടത്തണം. അതിനവർക്ക് ഫ്യൂവൽ വേണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അതാണ് ഏറ്റവും പ്രതിലോഭകരമായ ഒരു ആവശ്യം. കാരണം അവിടെ ഇപ്പോൾ കിടക്കുന്ന റബിൾസ് നീക്കം ചെയ്യാൻ, തകർന്ന കെട്ടിടങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഞങ്ങൾക്ക് ഹെവി മെഷീൻസ് വേണം. എന്നുവെച്ചാൽ ക്രെയിനുകളും ബുൾഡോസറും പോലെയുള്ള ഹെവി മെഷീൻസ് ഞങ്ങൾക്ക് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് വളരെ ക്രൂഷ്യലായ ഒരു ആവശ്യമാണ്. കാരണം ഹമാസ് പറയുന്നു, ഞങ്ങൾ തന്നെ ഈ സാധനമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ തന്നെ ഇവിടെ വെടിപ്പാക്കാം. ഞങ്ങൾ തന്നെ ഇവിടെ വെടിപ്പാക്കിയാൽ ഞങ്ങൾ അവിടെ താൽക്കാലിക വീടുകളൊക്കെ ഉണ്ടാക്കാം. അറബ് രാജ്യങ്ങളുമൊക്കെ സഹായിച്ചാൽ ഞങ്ങൾക്ക് താൽക്കാലിക വീടുകളൊക്കെ ഉണ്ടാക്കി അവിടെ ഈ പലസ്തീനികളെ താമസിപ്പിക്കാമെന്നാണ് ഹമാസിൻ്റെ പദ്ധതി. പക്ഷേ അത് ട്രംപിൻ്റെ പദ്ധതിയല്ല. ട്രംപിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ, ട്രംപ് പറയുന്നത് ഗസ മുഴുവൻ തകർന്നു കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ റബിൾസ് നീക്കം ചെയ്യാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അത് മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അവിടെ പൊട്ടാതെ കിടക്കുന്ന ബോംബുകളുമൊക്കെ കണ്ടെത്തി അതുമൊക്കെ മാറ്റിയിട്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കടൽ തീര വിനോദ കേന്ദ്രമാക്കി, റെസിഡൻഷ്യൽ ഏരിയയാക്കി ഗസയെ മാറ്റണം. അതിനവിടെ പലസ്തീനികൾ പാടില്ല. അതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനവും ഈ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മാറ്റുന്ന പണിയും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി ഇസ്രയേൽ ഈ ഗസ ഭൂപ്രദേശത്തെ ഞങ്ങൾക്ക് തരും, ഞങ്ങളത് വാങ്ങും എന്നാണ് പറഞ്ഞത്. വാങ്ങുന്ന ആരുടെ കയ്യിൽ നിന്നായിരിക്കും? ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. ഇസ്രയേൽ ഇത് ഏറ്റെടുത്ത് അമേരിക്കയ്ക്ക് കൈമാറണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം.
പക്ഷേ അതിന് തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഹെവി മെഷീൻസ് തന്നിട്ട് ഞങ്ങൾ തന്നെ ഈ കൽക്കൂമ്പാരങ്ങളും കോൺക്രീറ്റ് കൂമ്പാരങ്ങളും മാറ്റണം, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടിട്ട് ആണ് ഇവർ ഈ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഹമാസിന് ഇപ്പോൾ മനസ്സിലായി, അവശേഷിക്കുന്ന ഹമാസ് ഭടന്മാർ വളരെ കുറച്ചേ ഉള്ളൂ, നേതാക്കന്മാരൊന്നുമില്ല. പുതിയൊരു നേതാവിനെ ഭരിച്ചതിന് ശേഷം ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ നേതൃത്വമില്ലാതെ വഴിയാധാരമായി പോയ ഒരു ഭീകരസേനയിലെ കുറേ ആളുകൾ മാത്രമാണുള്ളത്. അവർക്കൊന്ന് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. കുറച്ച് പേരൊക്കെ ഖത്തറിലുണ്ടായിരുന്നു, അവിടെ നിന്ന് പുറത്താക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടപ്പോൾ അവരൊക്കെ ഇപ്പോൾ തുർക്കിയിൽ കുറച്ച് പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട്. അവരും ഗസയിലുള്ള ഹമാസുമായി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഹിസ്ബുള്ളയുടെ പേജറൊക്കെ പൊട്ടിയതിന് ശേഷം വയർലെസ് മൊബൈൽ ഫോൺ, വാക്കി ടോക്കി, പേജറൊക്കെ ഉപയോഗിക്കാൻ ഇവർക്ക് പ്രാണഭയമാണ്. അതുകൊണ്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും ഇല്ല. അതിനിടയ്ക്കാണ് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാനൊരു നീക്കമുണ്ടായത്. പക്ഷേ അതിൽ കയറി ട്രംപ് ഇടപെടുകയും നരകം നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി, ഒരു വാണിങ്ങുമായി, അന്ത്യശാസനമായി വരുമെന്ന് ഹമാസ് ഒരിക്കലും കരുതിയില്ല. ഹമാസ് ഇപ്പോൾ പേടിച്ച് നിലവിളിച്ച് വെടിനിർത്തൽ ലംഘിക്കപ്പെടരുതേ എന്ന് അപേക്ഷയുമായി കൂപ്പുകൈകളോടെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മുന്നിൽ നിൽക്കുകയാണെന്നാണ് ഇസ്രയേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.